വയനാട്ടിലെ വാർത്തയിലേക്ക് ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഇന്ന് ജനകീയ തെരച്ചിൽ. ക്യാമ്പുകളിലും ബന്ധുവീടുകളും കഴിയുന്നവരെ കൂടെ ഉൾപ്പെടുത്തി 6 സോണുകളായി തിരിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. 131 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ദുരന്തം വിലയിരുത്താൻ 9 അംഗ കേന്ദ്ര സംഘം ഇന്നെത്തും. വിശദാംശങ്ങളുമായി എബി തോമസ് ടെലിഫോൺ ലൈൻ ചേരുന്നു. എബി, ഇന്ന് ഇപ്പോൾ ജനകീയ തെരച്ചിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഏത് രീതിയിലാണ് ഈ ജനകീയ തെരച്ചിൽ സജ്ജീകരിച്ചിരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് സന്നദ്ധ സംഘടനകളൊപ്പം തന്നെ നേവി ഒപ്പം സൈന്യത്തിന്റെ പിന്തുണയുണ്ടായിരുന്നു. സൈന്യം ഒപ്പം തന്നെ പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സേനകളുടെയും നേതൃത്വത്തിലുള്ള ഒരു തെരച്ചിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. പക്ഷേ ഇന്ന് ഈ ജനകീയ തെരച്ചിൽ എന്ന നിലയിലാണ് ഇന്ന് മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് പ്രധാനമായും ഈ ക്യാമ്പുകളിൽ, ഈ ദുരന്തത്തെ അതിജീവിച്ച് ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകൾ, അവരുടെ ബന്ധുക്കൾ, ദുരന്തത്തിൽ ജീവനഷ്ടമായിട്ടുള്ളവരുടെ ബന്ധുക്കൾ തുടങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തെരച്ചിൽ നടപടിയാണ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ തന്നെ ഈ ക്യാമ്പുകളിൽ നിന്നുള്ള ആളുകൾ, ഒപ്പം തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ ദുരന്തബാധിത മേഖലയിലേക്ക് എത്തുകയായിരുന്നു. രാവിലെ 6 മണി മുതൽ തന്നെ ഇവരെ പ്രത്യേകമായിട്ടുള്ള പാസ് ഉൾപ്പെടെ നൽകിക്കൊണ്ട് കൃത്യമായി ഇവിടേക്ക് ആളുകളെ എത്തിച്ചു. ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ജനകീയ തെരച്ചിൽ എന്ന നിലയിൽ പ്രധാനമന്ത്രി നാളെ എത്തുന്നതുകൊണ്ട് അതിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് 11:30യോടുകൂടി ഈ തെരച്ചിൽ അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനവും കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെയല്ല, ഇന്ന് അതിവൈകാരികമായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ ഒരുപക്ഷെ കടന്നു പോകേണ്ടി വരും. കാരണം ഈ ദുരന്തത്തിൽ നിന്നും ആ സംഭവം ഉണ്ടായപ്പോൾ ഇവിടെ നിന്നും പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയിട്ടുള്ള ആളുകളാണ്. അവരൊക്കെയും തിരിച്ച് ഒരുപക്ഷെ വരുന്നത് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും. ഇങ്ങനെ തെരച്ചിലിന് വേണ്ടി ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ അവർ എത്തുക. അതുകൊണ്ട് തന്നെ അവർ ഉണ്ടായിരുന്ന സ്ഥലം, അല്ലെങ്കിൽ അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് വീട് ഉണ്ടായിരുന്ന വീട് ഒരുപക്ഷെ സ്ഥലം പോലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിലുള്ള എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ തങ്ങൾ ഇവിടെ താമസിച്ചിരുന്നത്, വീട് ഇവിടെ ഉണ്ടായിരുന്നു, ഒരുപക്ഷെ ചൂണ്ടിക്കാണിക്കാൻ പോലും ഒരു അടയാളം പോലും ഇല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് അവർ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും ഈ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകളെ ഇവിടേക്ക് വരാൻ താല്പര്യമുള്ളവർ അവരാരൊക്കെയാണ് എന്നുള്ള കൃത്യമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും അവരെ ഇവിടേക്ക് എത്തിക്കും എന്നുള്ള ഒരു തീരുമാനവും അതിനുള്ള നടപടികളുമൊക്കെ തന്നെ ഈ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരുന്നു. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാവിലെ 6 മണിയോടുകൂടി തന്നെ ആളുകൾ കൂടുതലായി തന്നെ എത്തുന്നു. ഒപ്പം തന്നെ ഈ പ്രദേശത്തേക്ക് വാഹനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുവിധം വാഹനങ്ങൾ കടത്തിവിടുന്നൊരു നിലയുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ അതിനൊരു നിയന്ത്രണം വെച്ചുകൊണ്ട് തന്നെ വാഹനങ്ങൾ കടന്നു പോകാത്ത നിലയിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത്. എന്തായാലും ഈ തെരച്ചിൽ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ബെയിലി പാലത്തിലൂടെ 6:30യോടുകൂടിയാണ് ഈ ആളുകളെ കടത്തിവിട്ടു തുടങ്ങിയത്. ആ സമയത്ത് തന്നെ സേനയുടെ ഉൾപ്പെടെ, അതായത് ഈ NDRF ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും ഒക്കെ തന്നെ ആളുകൾ ഇന്നത്തെ ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സേനാംഗങ്ങൾ ഉണ്ടായിരുന്നു. അവർ തെരച്ചിൽ അവസാനിപ്പിച്ചവർ ഒരു 500ഓളം വരുന്ന സൈന്യം അവർ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബെയിലി പാലം ശക്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ ഹെലികോപ്റ്ററിലൂടെയുള്ള തെരച്ചിൽ നടത്തുന്ന സംഘങ്ങളുമാണ് നിലവിൽ സൈന്യത്തിന്റെ ഭാഗമായിട്ട് ഇവിടെയുള്ളത്. ബാക്കി ഇപ്പോൾ സംസ്ഥാനത്തിന് തന്നെ അതിന്റെ ഉത്തരവാദിത്തം നൽകിയിരിക്കുന്ന സംസ്ഥാന സേനകൾ തന്നെയാണ് ഇവിടെ ഈ തെരച്ചിൽ നേതൃത്വം നൽകുന്നത്. ഒപ്പം തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും എല്ലാവരും തന്നെ ഇതിൽ ഭാഗവാക്കാകുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ആളുകൾ ഇതിന്റെ ദുരന്തത്തെ അതിജീവിച്ചിട്ടുള്ള ആളുകൾ ഈ ദുരന്ത ഭൂമിയിലേക്ക് വരുന്നു. അവർ ഓരോ കാണിച്ചു കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ ഇവിടെയാണ്, അല്ലെങ്കിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്ത് ഉറപ്പായും അതിനനുസരിച്ചുള്ള തെരച്ചിൽ നടത്തുമെന്ന് മന്ത്രി കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇബി, മറ്റൊരു കാര്യം, അതായത് ഈ ജനകീയ തെരച്ചിൽ എന്ന് പറയുമ്പോൾ പ്രാദേശികമായ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലാണ്. ഈ പ്രാദേശികമായ ജനങ്ങൾക്ക് അവർക്ക് അവിടെയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് നല്ല പരിചിതമായിരിക്കും. പ്രത്യേകിച്ചും ഉൾക്കാടുകളും അങ്ങനെയുള്ള സ്ഥലത്തെക്കുറിച്ചൊക്കെ അവർക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ജനകീയ തെരച്ചിൽ സംഘത്തിനെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു പ്രോസസ് അതെങ്ങനെയായിരുന്നു? ആ തെരച്ചിൽ സംഘത്തിനെ തിരഞ്ഞെടുക്കാനുള്ള പ്രോസസ് ആ നിലയ്ക്ക് അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും തന്നെയല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്ഥലത്തെ കുറിച്ച് അറിയുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണത്തെ എന്ന് പറയുന്നത്, അത് ഈ ദുരന്തത്തെ അതിജീവിച്ചിട്ടുള്ള ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകൾ, ഒപ്പം തന്നെ ബന്ധുക്കളെ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ, അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു തെരച്ചിൽ, അതാണ് ഇത്തവണത്തെ പ്രധാനപ്പെട്ട. അതിന് താല്പര്യമുള്ള ആളുകൾ, ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകൾ, ബന്ധുവീടുകളിൽ താമസിക്കുന്ന ആളുകൾ, അവർ കൃത്യമായ രീതിയിൽ ഇതിന് താല്പര്യമുണ്ട് എന്നുള്ള അവരുടെ ഒരു താല്പര്യം അറിയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും
അവരെ ഈ സംഘത്തിലേക്ക് ചേർക്കുക എന്നുള്ളതാണ്. കാരണം ഈ വീടിരുന്ന സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ കാണിച്ചു കൊടുക്കാൻ അവർക്ക് സാധിക്കും. ആ സ്ഥലങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഈ പരിശോധനയൊക്കെ നടത്തുമ്പോൾ പലതരത്തിൽ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള സംഭവങ്ങളൊക്കെ തന്നെ കണ്ടെത്തുന്ന ഒരുപാട് സംഭവങ്ങൾ കണ്ടെത്തുന്ന നിലയുണ്ടായിരുന്നു ഈ മണ്ണിനടിയിൽ നിന്ന് തന്നെ. അപ്പോൾ ആ നിലയ്ക്ക് ഒരുപക്ഷെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇവിടെ ഉണ്ട്, ഇവിടെ നിങ്ങൾ പരിശോധിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്ന ഘട്ടം ഒരുപക്ഷെ ഉണ്ടാകും. ആ സമയത്ത് ഉറപ്പായും ആ പ്രദേശങ്ങളിൽ ഇവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും അവസാന ഘട്ടത്തെ ഒരു പരിശ്രമം എന്നുള്ള നിലയിൽ തന്നെ നമുക്കിതിനെ കാണേണ്ടതുണ്ട്. ആ നിലയ്ക്കുള്ള ഒരു വലിയ പ്രവർത്തനം ഇത് ഇന്ന് മുഴുവനായി ഈ തെരച്ചിൽ നടത്തണം എന്നുള്ളൊരു താല്പര്യത്തോടു കൂടി തന്നെ അല്ല ആ നിലയിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചിട്ടപ്പെടുത്തിയിരുന്നത്. പക്ഷേ പ്രധാനമന്ത്രി നാളെ വരുന്നു, ഒപ്പം തന്നെ കേന്ദ്ര സംഘം 9 അംഗം വരുന്ന കേന്ദ്ര സംഘം ഇന്ന് എത്തുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ചില ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 11:30 ഈ തെരച്ചിൽ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നാളെ വരുന്നു. നാളെ അദ്ദേഹം ഈ ദുരന്ത ഭൂമി സന്ദർശനം നടത്തും, ക്യാമ്പുകൾ സന്ദർശനം നടത്തും. ഏതാണ്ട് 3.5 മണിക്കൂറോളം സമയം അദ്ദേഹം ഇവിടെ ചെലവഴിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചുള്ള ചില നിയന്ത്രണങ്ങൾ കൂടി ഇന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഹനങ്ങൾ ഉൾപ്പെടെ കടത്തിവിടുന്നതിൽ നിയന്ത്രണമുണ്ട്. വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഈ ബെയിലി പാലത്തിലൂടെ കടന്നിട്ടായിരിക്കും അദ്ദേഹം ചൂരൽമലയിലേക്ക് എത്തുക, ഒപ്പം മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തുക. അവിടെയും അദ്ദേഹം ഈ സന്ദർശനം നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ ആളുകളെ, അതായത് ഈ ജനകീയ തെരച്ചിലിന് വേണ്ടി ആളുകളെ തെരഞ്ഞെടുക്കുന്നതിന് അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രോസസ്സുകളും ഉണ്ടായിരുന്നില്ല. അവർക്ക് താല്പര്യമുള്ള ആളുകൾ ഈ പ്രദേശത്ത് വന്ന് ഇതിനെക്കുറിച്ച് അവിടെ തെരച്ചിൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൃത്യമായ രീതിയിൽ അവിടെ വരാം. അതിനുള്ള താല്പര്യം അറിയിച്ചു കഴിഞ്ഞാൽ അതിന് ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ ക്യാമ്പുകളിലേക്ക് വാഹനങ്ങൾ എത്തിക്കുകയും അവരെ ആ വാഹനത്തിൽ കയറ്റി ഈ സ്ഥലത്തേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.